virtual comedy festival. എന്റെ ദൈവമേ, ഇന്നെങ്കിലും നല്ല രീതിയിൽ കച്ചവടം നടക്കണേ ഭഗവാനേ. ഇത് കൃഷ്ണൻ മുതലാളി, വൃത്തി ഹോട്ടലിന്റെ ഓണർ. പല തൊഴിലും ചെയ്ത് രക്ഷപ്പെടാതെ ഭാര്യയുടെ കെട്ടുതാലി വരെ പണയപ്പെടുത്തി തുടങ്ങിയതാണ് ഈ ഹോട്ടൽ. എന്റെ ദൈവമേ, ഇന്നലെ രാത്രി ഇച്ചിരി പണി കൂടുതലായിരുന്നു കേട്ടോ. പാവം പാത്രമൊക്കെ കഴുകി. എണ്ണീക്കടാ, എടാ എണ്ണീക്കടാ. പൂപ്പല് പിടിച്ച പണ്ണ. ഇത് കൃഷ്ണൻ മുതലാളിയുടെ ഒരേ ഒരു സപ്ലയർ. മുതലാളിയുടെ കണ്ണ് തെറ്റിയാൽ എന്തും കട്ടു തിന്നുന്ന ഒരേ ഒരു സപ്ലയർ, ഒരു തീറ്റക്കാരൻ സപ്ലയർ. എന്നാ പരിപാടിയാണ് ഇത്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ശമ്പളം ഇല്ലെങ്കിലും ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കണം. ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടാ. ഇങ്ങനല്ല. ഇതെന്താ ഇവിടെയൊക്കെ ചോറ് ഇതൊക്കെ? കഞ്ഞി കുടിച്ച രാവിലെ വെളുപ്പിന് പഴം കഞ്ഞി എടുത്ത് തട്ടിയാ അല്ലത് വേസ്റ്റ് ആയി പോകൂലേ? എനിക്ക് വയ്യാടാ. മക്കളെ, ദൈവത്തെ വിചാരിച്ചു ഒരു ഗ്ലാസ് ചായ ഭഗവാന് കൊടുക്കാൻ വേണ്ടിട്ടാ. ചായ അടിച്ചോളൂ. ശരി. കൃഷ്ണേട്ടോ, ഓ രാവിലെ തുറന്നല്ലേ? ഞാനാ കൈനീട്ടം. ശുക്രനാ. എന്റെ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ മുമ്പ് ഒരു സർവത്ത് കട തുടങ്ങി അന്ന് രാവിലെ തന്നെ പുള്ളി കയറി വന്ന് ഈ ശുക്രൻ നേരെ കയറി വന്ന് ഒരു ഗ്ലാസ് സർവത്ത് മേടിച്ച് കുടിച്ച് പുറത്തോട്ട് ഇറങ്ങിയില്ല. അതിനുമ്പ് ഒരു പാണ്ടിലോറി നേരെ വന്ന് സർവത്ത് കട തകർത്തോണ്ട് പോയി. ശുക്രോ മക്കളെ. കൃഷ്ണേട്ടോ, ഓ കടയൊക്കെ സെറ്റപ്പ് ആക്കിയപ്പോ അറബി പേപ്പറൊക്കെ വരുത്താൻ തുടങ്ങിയല്ലേ? സ്ഥിരമായിട്ട് നീ പത്രം വായിക്കാറ്? പിന്നെ എല്ലാ ദിവസവും വായിക്കും. തലയിരിച്ച് പിടിച്ച എല്ലാ ദിവസവും വായിക്കില്ല. ഓ ചായ. മക്കളെ, ദൈവത്തെ വിചാരിച്ച് കൊണ്ടുപോയി കേട്ടാ. ഓനെ ഇത് അധികം നേരം വെക്കണം ഇവിടെ. എന്താ? അല്ല, അധികം പ്രശ്നമില്ലെങ്കിൽ ചൂടാറുണ്ട് ഇപ്പോൾ കുടിക്കാൻ നോക്കാം. എടാ ഭഗവാന് വെച്ചിരിക്കുന്ന ചായ അതിനേലും നീ വെറുതെ പിടി. ഓ അവനൊരു ചായ കൊടു. ഒരു മറിക്കാത്ത ചായ. മറിക്കാത്ത കേട്ടാ മുരളി. നമ്മുടെ അലമാരിയുടെ രണ്ടാമത്തെ തട്ടിലിരിക്കണം. രണ്ടാമത്തെ തട്ടിയിരിക്കുന്ന സുഖിയും ഞാൻ എടുത്തോട്ടെ. സുഖി ഒന്നുകളെ നിന്നെ. അത് 3 ദിവസം പഴകിയതാണ്. അതിന്റെ തൊട്ട് താഴെ ഇരിക്കുന്നില്ലേ ഉഴുന്ന് വട, അത് 5 ദിവസം പഴകിയ. അതാണെങ്കിൽ ഞാൻ കച്ചവടം ചെയ്യും. അത് ഞാൻ തിന്നു. അതൊടുത്ത് തിന്നു. ചായല്ലേ? നീ ചായ എടുത്തു. മറിക്കാത്തെ കൊണ്ടുവരാ. കൃഷ്ണേട്ടാ, ഏതാ ഈ കരടി? കരടിയല്ലടാ, ഇവിടുത്തെ ഒരേ ഒരു പണിക്കാരനല്ലേ. കൃഷ്ണേട്ടൻ എന്തിനാ അകത്തേക്ക് നോക്കുന്നേ? കണ്ണ് തെറ്റിയ പണ്ടാരക്കാലം എന്തേലും എടുത്ത് തിന്നു. ആഹാ, കൊള്ളാം. നല്ല ബെസ്റ്റ് സപ്ലയറാ. എന്താടോ? ഇവിടെ വരെ ഞാൻ മറിക്കാതെ കൊണ്ടുവന്നുണ്ട്. ഈ ചേട്ടൻ മറിക്കാതെ നോക്കിക്കോളാം. അപ്പൊ മരിക്കാണ്ട് കൊണ്ടുണ്ടോ മരിക്കാത്ത ചായ? മരിച്ച ചായ, മരിച്ച ചായ. ഷോ, ഇതിന് മധുരമില്ല. എന്തുവാടാ മധുരം ഇല്ലെന്നാ? ഇത് എന്നാ വർത്തനെ പറയണത്? കുടിക്കും. പഞ്ചസാര കലങ്ങില്ല അതാ. ആഹാ, നീ കൈ തിളക്കി ഞാൻ കുടിക്കാനാ? വേണ്ടേ? എനിക്ക് വേണ്ട. വേണ്ടാതെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്ക. എന്തിനാ അങ്ങനെ പറയുന്നേ? എനിക്ക് ചായ വേണ്ട. നീ വല്ലതും മേടിച്ച് കഴിക്ക്. പുട്ടുണ്ടാ? പുട്ടുണ്ട്. പുട്ടില്ല. പുട്ടുണ്ട്. പുട്ടില്ല. ഏട്ട് കുറ്റി ചായലടാ അതിനകത്ത് വെച്ച് പുടിഞ്ഞിട്ടിരിക്കണേ. അപ്പൊ എനിക്കൊന്നും തിന്നണ്ടേ? എടാ, ഇവിടെ വരുന്നവർക്ക് വല്ല കഴിക്കട്ടെ. പുട്ടെടുത്ത് കൊടുക്ക. നോക്കി എന്റെ അടുത്ത് എന്ത് മനുഷ്യർക്ക്. ഓ പൈസ കൃഷ്ണേട്ടാ, ഓ ഈ ബോണ്ടയും പഴയൊക്കെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? അകത്ത് വെച്ച ഇതൊന്നും കാണത്തില്ല മക്കളെ, അപ്രത്യക്ഷമായി പോകും. അതുകൊണ്ടായിരിക്കും. നല്ല പണിക്കാരൻ. എന്തുവാടേ ഇത്? എന്റെ തേങ്ങാപ്പീരയില്ലല്ല. അത് ഞാനെടുത്തു. ആഹാ, നീ എടുത്ത് കഴിച്ചു. അത് കൊള്ളാം. കൃഷ്ണേട്ടാ, നീ മുടി കിടക്കുന്നു. പിന്നെ രണ്ടൂടെ പുട്ടില്ലെങ്കിൽ മയിൽപ്പീല് കുത്തി തരാം. ഓടാടുന്നു. കഴിക്കാനും സമ്മതിക്കത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാല് ചുമ്മാ ഒരുമാതിരി. ശരിക്കും ഞെരട്. എനിക്കറിയാം കേട്ടോ. പച്ചമുളകുണ്ട്. എനിക്കറിയാടാ, എനിക്കറിയാൻ കഴിക്കാം കേട്ടോ. എന്താടാ ഉടഞ്ഞാന്ന് നോക്കിയതാ സുഹൃത്തെ? ഉടഞ്ഞാൻ നോക്കാൻ എനിക്കറിയാം. നീ ഇവിടെ നിന്ന് പറഞ്ഞത് കേട്ടാ. ചുമ്മാ ഇരുന്ന് എന്തുവാടാ വല്ലവരും തിന്നോണ്ടിരിക്കണം നോക്കിക്കൊണ്ടിരിക്കണം? എന്തിനാ? മുതലാളിയല്ലേ പറഞ്ഞു ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു? അയ്യോടെ വരുന്ന ആളുകളെ ശ്രദ്ധിക്കാൻ, അവര് തിന്നണ ശ്രദ്ധിക്കാനല്ല പറഞ്ഞത്. അത് തെളിച്ചു പറഞ്ഞ അല്ലേ എനിക്ക് കാര്യം മനസ്സിലാവും. അല്ലാണ്ട് പലരും കഴിച്ചോണ്ടിരിക്കും. അടുത്ത് നീ നാണമുണ്ടോ? ചൊറിഞ്ഞോണ്ടിരിക്കണം എന്തിനാ നീ? അതെ, ഇന്നലെ ഒരു മുളക് കൂടെ എടുത്ത് മടിയിൽ വെച്ചതാ. തിന്നാൻ മറന്നുപോയി രാത്രി. ഉറുമ്പ് പിടിച്ചിട്ട് ഒരു രക്ഷയില്ല. ഉറങ്ങുമ്പോഴെങ്കിലും ആഹാര സാധനത്തിന് നീ വെറുതെ വരാ. ഇവിടെ തിരിഞ്ഞടാ. എന്താ നീ ഇവിടെ തിരിഞ്ഞ? തിരിയടാ, ഇങ്ങോട്ട് വേണം. വീടിൻ തിപ്പിട്ടിയാ സത്യമായിട്ടും വീടിൻ തിപ്പിട്ടിയാ. തിരിയടാ അങ്ങോട്ട്. എടുക്കരുത്, ആരെ പറഞ്ഞോളൂ. എടുക്കരുത്. വീട് എടുക്കരുത്.
അച്ഛന്റെ കാലാനാടാ ബീഡിയും തീപ്പെട്ടി. അയ്യടാ ആ? ഇതെവിടെ നിന്ന് ആ, എനിക്കറിഞ്ഞൂടാ. ചിലപ്പോഴേ കോഴി രാത്രി ഉറങ്ങാൻ കയറിയായിരിക്കും. ഒന്നും ഇതിന്റെ വേണ്ട തല്ലരുത് പ്ലീസ്. അയ്യോ 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 മതി. ആഹാ, ഇതെന്താ പരിപാടിയായി കാണിക്കുന്നേ? തന്റെ ഹോട്ടലിൽ വന്നിട്ട് ഞാൻ തന്റെ സപ്ലയർ തല്ലിയോ? എന്റെ ഹോട്ടലിൽ വന്ന് ഒരേ ഒരു സപ്ലയറായി ഇവരെ തല്ലേണ്ട കാര്യം എന്തുമായിരിക്കും? എന്റെ ഹോട്ടലിൽ വന്നിട്ട് പൊറോട്ടായി വരച്ച് മേടിച്ച് കഴിച്ചിട്ട് പൈസ തരാതെ ഇവനെ ഓടിക്കളഞ്ഞു. പിന്നെ ഇവനെ എന്താ ചെയ്യണ്ടേ? ഇവിടെ ഉള്ളത് പോരാഞ്ഞിട്ട് അവിടെയും പോയി തിന്നാ നീ. ഒരു കയ്യബദ്ധം. ഒരു 150 രൂപ കൊടുത്തിട്ട് പുള്ളി പൊക്കോളും. 150 രൂപയ്ക്ക് നീ തിന്നാടേ? സമയം കിട്ടിയില്ല, അല്ലെ ഇതിൽ നിന്ന് കൂടെ നഷ്ടം വന്നേനെ. കൊടുത്തുവിടും. വേണ്ട കേട്ടാ, പോയിക്കോട്ടാ. പിന്നെ നമ്മൾ പൊറോട്ട കാണാത്താണല്ലോ. എന്തൊക്കെ ഒരു ഊറ്റ് പുട്ട്, ഒരു ഊറ്റി പൊട്ട് 78. ചായയുടെ പൈസ തരത്തില്ലേ? ചായ അത് പോട്ട്. ആ, പിന്നെ പപ്പടം, പപ്പടം 10, ഒരു കടലക്കറി, കടലക്കറി 7, ആ. 10 78 10 88 88 7 90 9 രൂപ 50 പൈസ. ആ, ഓക്കെ. ആ, ശരി. കൃഷ്ണേട്ടാ ആ, ബോണ്ടൊക്കെ നല്ല ചെലവാണ്. നല്ല ടേസ്റ്റ് ആണല്ലേ? ടേസ്റ്റ് കൊണ്ടല്ലടാ, തൊട്ടപ്പുറത്തെ പയ്യന്മാരുടെ ക്രിക്കറ്റ് കളി കിടക്കണം, ബോളില്ല, അതിന് പകരം കൊണ്ടുപോയതാ. ആണല്ലേ? ആ. എത്ര എന്നാ പറഞ്ഞ? 9 രൂപ 50 പൈസ. 9 രൂപ 50 പൈസ. പറ്റില്ല കേട്ടാ, ഡേയ്, ഇവിടെ പറ്റത്തില്ലടേ, എവിടെ കൊണ്ടാ? ഇങ്ങോട്ട് വാ നീ ഇങ്ങട്. എന്റെ ഷേർലി, എന്നാലും ആവശ്യമില്ലാത്ത ഒരു അലബലാതി പെണ്ണിന് വേണ്ടി നീ എന്നോട് വഴക്കിട്ടടിച്ച് 2 ആഴ്ച നീ നിന്റെ വീട്ടിൽ പോയി നിന്നില്ലേ? അതങ്ങോട്ട് വീട് ചേട്ടാ, പ്രശ്നമൊക്കെ തീർന്നല്ല? പ്രശ്നമൊക്കെ തീർന്നു, സമാധാനമായല്ല? സമാധാനായി. നിന്റെ തെറ്റിദ്ധാരണ മാറിയല്ല? പിന്നെ ചുരിദാർ എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളിയല്ലേ? ബാക്കി നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു, അതിനുശേഷം നമ്മളൊരു മാറ്റിനിക്ക് പോകുന്നു, അതിനുശേഷം പാർക്കിൽ പോകുന്നു, ബീച്ചിൽ പോകുന്നു. ഇന്ന് ആകെ അടിപൊളിയാണ്. അത്ഭുതമാണ് ഇത്. എന്താ ഇത് പതിവില്ലാതെ? ഞങ്ങൾ ഇന്നേ ഒന്ന് അടിച്ചു പൊളിക്കാന്ന് കരുതി, പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ഉഷാറാക്കാന്ന് കരുതി. നിർത്തിയേ, അത് സൗണ്ട് വല്ലതും കേൾക്കുന്നു. ഒരു കുതിരക്കുളമ്പടി ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താണ് സൗണ്ട്? പൈപ്പ് തുറന്നു വിട്ടേക്കണ? പൈപ്പ് തുറന്ന് വിടുന്നതിന് പപ്പടം അവിടെ തിന്നുന്ന സൗണ്ടാടാ. ഇവിടെ വാ, അവരുടെ കാര്യം എന്താന്ന് ചോദിക്കും. മനു, സെബാസ്റ്റ്യൻ, ഇതെന്റെ വൈഫ് ഷേർലി. നല്ല കാര്യം, പക്ഷെ അത് എന്നോട് പറയണ എന്തിനാ? അല്ല, താങ്കളുടെ പേര് പറഞ്ഞു, ഞാൻ എന്റെ പേര് പറഞ്ഞു. എന്റെ പേരല്ല മനു, ഇത് ഭക്ഷണത്തിന്റെ മനു. മെനു അത് തന്നെ, പല നാട്ടിലും പല ശൈലിയാണല്ലോ. ഓക്കെ. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും, 2 ഫ്രൈഡ് റൈസും 2 ചില്ലി ചിക്കനും. തുണി എന്തേ? മറ്റേ ഡെസ്ക് കൊടുക്കണ തുണി, 2 ഡെസ്ക് കൊടുക്കണ തുണി എന്തേ? ഇത് എവിടെ കൊണ്ടിട്ടേക്കണത്? എന്തുവാടാ അതിന് താഴോട്ടുള്ള വായിക്ക്, മൊത്തം വായിക്ക്. നീ ഒരു കാര്യം ഫസ്റ്റ് ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എടുത്തടിച്ച് പറയാ. താഴോട്ടുണ്ടല്ലോ, താഴെ അടിപൊളി അത് വായിക്കാൻ സാധനങ്ങളുണ്ട്. വായിക്കും വായിക്കും. ഓക്കെ, ജിഞ്ചർ ചിക്കൻ ഓർഡർ ചെയ്യണം. അത് മതി, അത് മതി, അത് മതി. 2 ജിഞ്ചർ ചിക്കൻ. അവര് ഏതാണ്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് എനിക്കെങ്ങനെ അറിയാം ഇതൊക്കെ എന്താ ഇത് സംഭവം? മുതലാളിനോട് ആ ഒരു കാര്യം പറഞ്ഞ വല്ല ഹോട്ടലിലും കിടന്ന പേപ്പർ വർക്ക് കൊണ്ട് ഇവിടെ ഇരുന്നത്. ഇതിപ്പോ എന്ത് ചെയ്തു? ഞാൻ എന്തായാലും പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, നീ അങ്ങോട്ട് പോകും. അല്ല, എന്താ സംഭവം? എന്താ പിടികിട്ടിയില്ല. നീ ഇപ്പൊ എന്താ ചോദിച്ചെന്താ? ജിഞ്ചർ ചിക്കൻ. ഒന്നും തോന്നരുത് കേട്ടോ. ഇല്ല, കുറച്ച് താമസമുണ്ട്. കുഴപ്പമില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം, ഞങ്ങൾക്ക് സമയമുണ്ട്. കുറച്ച് താമസം. കുറച്ചെന്ന് പറഞ്ഞാൽ എത്ര ടൈം എടുക്കും? ഒരു 6 മാസം, ഒരു 7. ഇപ്പൊ ജിഞ്ചർ കൊണ്ടുവരണം, ചിക്കൻ കൊണ്ടുവരണം, പിന്നെ ഇത് സെറ്റ് 8 മാസം ചുരുങ്ങിയത് വരും. മക്കളെ, നല്ല 1-ാം തരം പൊറോട്ട ഇറച്ചി കൊണ്ട് എടുക്കട്ടെ. മതി. അതെങ്ങനെ അത് കൊടുക്കൂല, പൊറോട്ട ഇറച്ചി കൊടുക്കൂല, കൊടുക്കില്ലെന്ന്. നിങ്ങ എന്താ മുതലാളിയും തൊഴിലാളിയും കിടന്ന് തിരുവാതിര കളിക്കണം? കൂട്ടുകൂടുന്ന് പറഞ്ഞാൽ നമുക്ക് ഉച്ച കുന്തിനുണ്ടേ. നീ കൂടെ എടുത്തോട്ട് വാ, ചിലപ്പോ. അതേ, വേറൊന്നും കൊണ്ട് പറഞ്ഞല്ല, നിങ്ങൾ ഒരു 1/2 കിലോ പൊടി വീടി മേടിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ല, മക്കൾക്ക് നിങ്ങൾക്കും എല്ലാവർക്കും നിങ്ങൾ സുഖമായിട്ട് തിന്നാൻ പറ്റില്ല. കാശ് വേണ്ട കാര്യമുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഇവിടെ താൻ എന്തോടാ ഇവര് പറയണില്ല എന്താ വേണ്ടെന്ന്. എന്താ പൊറോട്ട ഇറച്ചി നീ എടുത്തു കൊടു. ഓക്കെ, അടിയിലുണ്ട്, പ്ലേറ്റ് ഒരെണ്ണം അടിയിൽ. എടുത്തതാ. ഓ, ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ. അയ്യോ, എന്തൊരു ഇത് കണ്ടോ, ഈ ഗ്ലാസിന്റെ കോൾ. ഇതാണോ ഗ്ലാസ്? പ്ലേറ്റ്. ഇവിടെ ഒരു ഹോട്ടലാവുമ്പോ ആദ്യം വേണ്ടത് വൃത്തിയും വെടുപ്പുമാണ്. ഇതെന്താ ഈ ഗ്ലാസ്സിലിരിക്കുന്നത്? എന്താണ്? നോക്ക്, കണ്ണു പറഞ്ഞു നോക്ക്. അത് കുഞ്ഞി പല്ലിയുടെ ഒരു കാട്ടമല്ലേ, കുഴപ്പമില്ല. ഇത് നമ്മളിപ്പോ വീട്ടിലാണെങ്കിൽ ചെയ്യണല്ലേ. നോക്കിയ പൊടി പൊടി നിറച്ച് പൊടിയാ. പൊടിയാ? ഈ പ്ലേറ്റ് ഒന്നും ക്ലീൻ അല്ലല്ലോ. മലയാളി, ഇന്നലെ കർമ്മി പൂച്ചയിലാട്ടാ കിടന്നത്. സംഭവം എവിടെ പോയി കിടക്കണെന്ന് അറിയാൻ പാടില്ല എനിക്കരുത്. അയ്യോ, ചേട്ടൻ നോക്കിയ പ്ലാസ്റ്റിക് കയറ്. അയ്യോ അയ്യോ അയ്യോ, ബീഫിൽ എന്താണോ പ്ലാസ്റ്റിക് കയറ്? ബീഫിലാ? വേറെ ഒന്നുമല്ല,
ഇന്നലത്തെ പോത്തിച്ചിരി മുറ്റായിരുന്നു. മൂക്കയറിട്ടാ വെന്തണ്ടാവൂല കയറ്. കയറിന് കാശ് വേണ്ട, കയറിന് കാശ് വേണ്ട. കഴിക്കേ നമുക്ക് അപ്പുറത്തെ കടയിൽ പോയി ബിരിയാണി കഴിക്കാം. അത് മതി, അത് മതി. തൽക്കാലം ഞങ്ങൾക്കൊന്നും വേണ്ട. വേണ്ടേ? ആ ബില്ല് തന്നാ മതി. ബില്ല് ബില്ല് കൊടുക്കാൻ. മക്കളെ നല്ല ടീമാ അത്. 230 20 രൂപ ടിപ്പ് മേടിച്ചോണം. 20 രൂപ ടിപ്പല്ലേ? കൃഷ്ണേട്ടാ എന്തായി നമ്മുടെ കേസ്? എത്രയാണ് ബില്ല്? എന്താണ് ഇതിനകത്ത്? കടുകാണല്ലോ ഇതിനകത്ത്. ജീരകം തീർന്നു പോയി, അതാ. അത് കാരണം കടുകിട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. ബില്ല് എത്ര? 230. ഓക്കെ. പിന്നെ മുതലാളി ഒരു 20ന്റെ കേസ് പറഞ്ഞായിരുന്നു. ഏത് 20? ടിപ്പിന്റെ കേസ്. ടിപ്പോ? എന്ത് ടിപ്പ്? സാധാരണ അങ്ങനെ എല്ലാവരും തന്നിട്ട് പോണം. എന്റെ സുഹൃത്തെ, ഞാനൊരാൾക്കും ടിപ്പ് കൊടുക്കാറില്ല. അഥവാ കൊടുത്താൽ തന്നെ നിന്നെ പോലെ വൃത്തിയിട്ട് ഒരു സാധനത്തിന് അല്ലേ സാറേ? പക്ഷേ ഉണ്ടല്ല, കഴിഞ്ഞ ആഴ്ച സാറിന്റെ കൂടെ വന്ന പെണ്ണില്ല, എനിക്ക് ടിപ്പ് തന്നു, 50 ടിപ്പ് തന്നു. എന്താണ് ഇതല്ല വെറുതെ പറഞ്ഞാണ്. എല്ലാം മനസ്സിലായിടോ. തനിക്ക് തന്നെ ഞാൻ തന്നെ വിശ്വസിച്ച് ഞാനാണ് മണ്ടി. താൻ വീട്ടിലേക്ക് വാടോ, തന്നെ ഞാൻ ശരിയാക്കോടോ. സാരി മേടിച്ചു തരാടി. ടിപ്പിന്റെ കാര്യം ഇപ്പോഴും ഉറപ്പായാ? എന്റെ കുടുംബം കലപ്പിയപ്പോ നിനക്ക് സമാധാനമായില്ലടാ ഷേർലി. എടി ഞാൻ പറഞ്ഞത് എന്താടാ? ഒരു കിളി പറഞ്ഞു പോയ പോലെ ഒന്നാണ്. അത് നിന്റെ തലേന്ന് പറഞ്ഞു പോയത്. മേടിച്ചു പോയി. പൈസ പിടി. 210 ഉള്ളു. എന്റെ ടിപ്പ് ഞാൻ എടുത്തു. അത് ചോദിച്ചു മേടിക്കണായിരുന്നു. വണ്ടി വെയിറ്റ് ചെയ്യ്. ഇവിടെ ഗൾഫിൽ നിന്ന് വന്നല്ലേ ഉള്ളു. വണ്ടി വെയിറ്റ് ചെയ്യ്, വണ്ടി വെയിറ്റ് ചെയ്യ്. എവിടെയോ കണ്ടു മറന്നു. അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ലല്ലോ. ചേട്ടൻ എന്നെ മറന്നു. സണ്ണി. യെസ്. സണ്ണി കുട്ടാ, എന്താ പൊന്നു മോനെ, എത്ര നാളായടാ ഇവിടുന്ന് ഒരു 350 രൂപ പറ്റിക്കൊണ്ട് ചേട്ടാ. ഇനിയെങ്കിലും 350 രൂപ കേസ് അങ്ങ് മറന്നേക്കേ. ഞാനിപ്പോ കണ്ടില്ലേ, ദുബായിൽ നിന്നൊക്കെ പോയി നല്ല രക്ഷപ്പെട്ട് വന്നിരിക്കുക. ദുബായിൽ പോയി ആദ്യമേ ഞാൻ ഇവിടെ ലാൻഡ് ചെയ്തത്. ഇവിടെ ആണല്ലോ 10 ആൾക്കാർ കൂടുന്ന സ്ഥലം. അപ്പൊ ഈ സണ്ണി പരിഷ്കാരിയായി എത്തിയെന്ന് ഇവിടെ എല്ലായിടത്തും ചേട്ടൻ ഒന്ന് പറഞ്ഞേക്കണം. നീ പോയിട്ട് ചേട്ടനൊന്നും കൊണ്ടുവന്നില്ലടാ? പിന്നെ കൊണ്ടുവരാതിരിക്കൂ. ചേട്ടാ പഴയ സെറ്റപ്പ് ഒന്നും മാറിയിട്ടില്ല കേട്ടോ. ചേട്ടന് മാറ്റമുണ്ട്. അല്പം കൂടെ ഒന്ന് കറുത്തുരുണ്ട് ഒരു കറച്ചട്ടി പോലെ. അതുകൊണ്ട് ഇവിടെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. വീട്ടിലെ ഒരു ഗിഫ്റ്റ് ആണ്. പക്ഷെ എല്ലായിടത്തും പറയണ ഞാനാണ് തന്നത്. പറയല്ല. ചേട്ടാ മ്യൂസിക് ഒന്നുമില്ല ഈ പാട്ട് കേട്ടോണ്ട്? പിന്നെ ഉണ്ടല്ലേ? പക്ഷെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും കാണാനല്ലോ. ശനി ഞായറും വരണം. ആര്? ഇൻസ്റ്റാൾമെന്റ് കാര്യം. നിങ്ങളടുത്തും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു ഗിഫ്റ്റ് തരാം. പക്ഷെ എല്ലായിടത്തും പറയണം കേട്ടോ ഞാനാണ് തന്നത്. ആയിക്കോട്ടെ. കാരണം എനിക്കൊരു ഫേമസ് അല്ല. എങ്ങനെയുണ്ട്? എന്താണ് സാധനം ഇത്? റേഡിയോ. ഇങ്ങോട്ട് അടിപൊളി പാട്ടൊക്കെ കേട്ടങ്ങിരിക്കാം. ഇവിടെ വരുന്നവർക്കൊക്കെ പാട്ട് കേട്ടോണ്ടിരുന്ന് തിന്നാം. അടിപൊളിയായിട്ട് പാട്ട് കേട്ടോണ്ടിരിക്കാം. പിന്നെ ഒരു കാര്യം, എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം. കാരണം കേരളത്തിലെ ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് നാളായിരുന്നു. ആണല്ലേ? അപ്പൊ ഫുഡ് പൊറോട്ട. ഒരു കാര്യം ചെയ്യും, അതിന് മുമ്പ് എനിക്കൊന്ന് ബാത്റൂം പോകണം. അത് അർജന്റായിട്ട് ബാത്റൂം പോയിട്ട് വന്ന് ഞാൻ കഴിച്ചു. ബാത്റൂം അവിടെയാണ്, പക്ഷെ അത് ബക്കറ്റും മക്കൊന്നും ഇല്ല. എന്ത് ചെയ്ത്? അത് അപ്പുറത്തെ കടക്കാർക്ക് ബദാം ജ്യൂസ് അടിക്കാൻ കൊടുത്തിരിക്കുക. കക്കൂസിരുന്ന ബക്കറ്റും വെക്കുക? കള്ളം പറയല്ല, ഞാൻ കടമൊന്നും വെക്കൂല. കക്കൂസിനകത്ത് ആളുണ്ടല്ലോ. അവിടെ ഇരുന്നാടാ അതെല്ലാം ചെയ്യുന്നത്. വൃത്തിയില്ല മനുഷ്യ നിങ്ങൾക്ക്. കേരളത്തിൽ കിടന്ന് ഇതെന്തോ ഇത്? ചട്ടിക്കകത്ത് എന്താ ടാർ ഉരുക്കാണോ? ആ ചട്ടി എണ്ണയെ കുറിച്ച് വല്ലതും പറഞ്ഞു കഴിഞ്ഞാ എന്റെ അച്ഛനെ മീൻ പൊരിക്കണ എണ്ണയത് മനസ്സിലായ? ആവശ്യമില്ലാത്ത പറയല്ലേ. അത് തന്നെ, അതിന്റെ ചട്ടി മാത്രമല്ലോ, അച്ഛനെ കാണാനല്ലോ. അച്ഛൻ ചത്തുമില്ല, 10 വർഷമായി. എങ്ങനെ ചത്ത? ഇതിനകത്ത് വീണ് തന്നെടാ ചത്ത. ദൈവമേ, ഇങ്ങനെ ഇത് എനിക്ക് ഈ കേരളം പറ്റത്തില്ലെന്നാ തോന്നുന്നു കേട്ടോ. എനിക്ക് കേരളം പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ ലക്ഷങ്ങൾ മുടക്കുന്ന ഈ ഫുഡിന് വേണ്ടിയാ. ഫുഡിന് വേണ്ടി കഴിയുന്നത് പൈസ മുടക്കാൻ ഞാൻ കഴിക്കാറുള്ളൂ. കോസ്റ്റ്ലി ഫുഡുകളെ ഞാൻ കഴിക്കാറുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് ഉണ്ട് പറ? മാവ് കുഴച്ച് വരച്ചിരിക്കുന്ന കണ്ടില്ലേ പൊറോട്ടയ്ക്ക്? അത് ഞാൻ കണ്ട്. കറുത്ത തുണിയിട്ട് മൂടിയിരിക്കുന്ന എന്തിനാണ് പൊറോട്ട? കറുത്ത തുണിയിട്ട് മൂടിയൊന്നും അല്ല, പിന്നെ മാറങ്ങാട്ട് കംപ്ലീറ്റ് ഈച്ചത്. ഈ ഹോട്ടലിൽ നിന്നാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഫുൾ വൈറ്റ് ആയില്ലേ? അതെ, ഫുൾ വൈറ്റ് ആവും. കാര്യങ്ങളൊക്കെ ശരിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് എപ്പോഴും കഴിക്കാവൂ. പൊറോട്ട ചോദിക്കട്ടെ. പൊറോട്ട ഉണ്ടല്ലോ. പൊറോട്ട ഉണ്ടോ? കേരളത്തിൽ വന്ന് ആകപ്പാടെ ഞാൻ 2 പൊറോട്ട ചേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. അപ്പൊ ഒരു കാര്യം, 2 കോസ്റ്റ്ലി പൊറോട്ടയും 1 കോസ്റ്റ്ലി ചാറും ഗ്രേവി മതി കേട്ടോ. പൈസ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വർക്കൊക്കെ ചെയ്യുന്നേ, പക്ഷെ എല്ലായിടത്തും പറയണം. ഹലോ
ഇതാ വരുന്നാളെ മനസ്സിലായി എനിക്ക്. നാടകക്കാരൻ പാപ്പച്ചൻ. എന്തൊക്കെയുണ്ട്? പാപ്പച്ചോ, കാണാനില്ലടാ, കുറെ നാളായില്ലടാ. തിരക്കല്ലേ സീസൺ? ആഹാ, ഇപ്പൊ പരിപാടി ഉണ്ടോ? എന്തോ പരിപാടി ഉണ്ടോ? ഇന്നലടവിൽ, ഇന്നിടവിൽ, നാളടവിൽ. ഇന്ന് ഫസ്റ്റ് ട്രിവാൻഡ്രം, സെക്കൻഡ് കണ്ണൂർ. ഓടിയെത്തുമോ എന്തോ? ട്രിവാൻഡ്രത്ത് ഓടിയെത്തൂടാ, കണ്ണൂര് എത്തിയിട്ട് ഓടേണ്ടി വരും. ഒരു ചായ. എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. സണ്ണി. യെസ്. ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു. മാലു ചേച്ചിയുടെ കെട്ടുതാലി മോട്ടിച്ച് മുങ്ങിയവരല്ലേ നീ? അതെ, ഇപ്പൊ എവിടെയാ? ദുബായ്. ദുബായിലൊക്കെ ഞാൻ വന്നിട്ടുണ്ടല്ലേ? ഷോക്കാർഡ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചായയോടെ, ഇവിടെ ഒരു ചായയോടെ. ഒരു ചായ പെട്ടെന്ന് വേണം മക്കളെ. ഇവ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന, സണ്ണി ഗിഫ്റ്റ് ആയിട്ട് തന്നാണ് ദുബായിന്ന്. നമുക്ക് ഇതൊന്ന് ഒരു കേൾക്കാം. ചായ. ആ, താല്പര്യമില്ല. ചായ പറഞ്ഞതാ. ഇത് ഉദ്ദേശം കേൾപ്പിക്കണം. ഇത് തന്നതിന് ശേഷം ആദ്യമായിട്ട് നീ ഇവിടെ പറഞ്ഞത്. എനിക്ക് താല്പര്യമില്ല. അത് കാര്യമില്ല. അതെ, മിണ്ടല്ലോ അവിടെ ഇടാ. ചായ ഇപ്പൊ വരും. കേട്ടോ, പാട്ട് മ്യൂസിക് കേൾക്കണം. Come on, enjoy. Yes, yes. നമസ്കാരം. ആരോഗ്യരംഗം. ഈ ആഴ്ച ഞങ്ങൾ പറയാൻ പോകുന്നത് ഭക്ഷണ പാനീയങ്ങളെ കുറിച്ചാണ്. ചായ കേരളീയരുടെ പ്രധാന പാനീയമാണ് ചായ. എന്നാൽ ചായയുടെ ദോഷവശങ്ങളെ കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടേ? തേയിലയിൽ അടങ്ങിയിരിക്കുന്ന തെയിൻ എന്ന രാസവസ്തു ക്യാൻസർ ഉണ്ടാക്കാൻ പ്രധാന ഹേതുവാണ്. എന്താ, നമുക്ക് ഈ ചായ ഉപേക്ഷിച്ചുകൂടെ? ചായ വേണ്ടട്ടാ. അത് കാര്യം ചായ വേണ്ട. അത് കാര്യം ഇതിൽ പറയണത് കാര്യം. അല്ല, വേറെ എന്തുണ്ട് കഴിക്കാൻ? വേറെ ഇനിയിപ്പോ പൊറോട്ട ഇറച്ചി. പൊറോട്ട ഇറച്ചി ഉണ്ടോ? നേരത്തെ പറയണ്ടേ? ചായ ക്യാൻസൽ, പൊറോട്ട ഇറച്ചിങ്ങള് നല്ല ഫ്രഷ് ആയിട്ട് പൊറോട്ട പെട്ടെന്ന് വേണം. പൊറോട്ടയും ഇറച്ചിയും ഈ ഭക്ഷണം ഇഷ്ടപ്പെടാത്തവരായ ആരുണ്ട്? എന്നാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇതിലും ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇറച്ചി നമുക്ക് കൊളസ്ട്രോൾ എന്ന രോഗമുണ്ടാക്കുന്നു. പൊറോട്ടയ്ക്ക് ഉപയോഗിക്കുന്ന മൈദ ശരീരത്തിന്റെ സന്തുലനാവസ്ഥ തകർക്കുന്നു. എന്താ, നിങ്ങൾക്കൊരു കൊളസ്ട്രോൾ രോഗി ആകണോ? ചേട്ടാ, ഒന്നും തോന്നരുത്. ഇപ്പൊ നല്ല വിശപ്പില്ല. പറയണെന്ന് നീ കാര്യം. അതല്ല, വേറെന്തുണ്ട് കഴിക്കാൻ? ഊണെടുക്കാം. ഊണുണ്ടോ? എന്നാ ഊണെടുത്തോ. പൊറോട്ട ഇറച്ചി ക്യാൻസൽ. തന്നെ. അല്ല, അതവിടെ ഇരിക്കട്ടെ. റേഡിയോ ശരിയാവൂല. റേഡിയോ കഴിച്ച് ഊണ് കഴിക്കാൻ നല്ല ഇതായിരിക്കും. കേരളീയരുടെ തീന്മേശയിൽ നിന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷണമാണ് ഊണ് അഥവാ ചോറ്. ഈ ചോറിനുമുണ്ട് ദൂഷ്യവശങ്ങൾ. ചോറുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിയിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റാർച്ച് എന്ന രാസപദാർത്ഥം ശരീരത്തിൽ ഷുഗർ അഥവാ പ്രമേഹം ഉണ്ടാക്കുന്നു. എന്താ, നിങ്ങൾക്കൊരു പ്രമേഹ രോഗിയാകാൻ താല്പര്യമുണ്ടോ? എനിക്ക് ചോറ് വേണ്ട. വേറൊന്നുണ്ട് കഴിക്കാൻ? വേറെ ചോറ് ക്യാൻസൽ. ഓക്കെ, വേറെ ഇനിയിപ്പോ മസാല ദോശയേ ഉള്ളൂ. മസാലയെങ്കിൽ മസാല ദോശ എടുക്ക്. ഓപ്പ് നിർത്തണം. ഇപ്പൊ മോയിക്കൊന്നില്ല. റേഡിയോ വേണം. മസാല ദോശ വേണം. മസാല ദോശ വേണം. മസാല ദോശ ഇവിടെ. റേഡിയോ ഓഫ് ചെയ്തു. റേഡിയോ ഓഫ് ചെയ്തു. അതിലല്ല, അതുകൊണ്ടല്ല. എടാ, ഇതിൽ പറയണ നീ കേട്ടിട്ട് നീ ഓരോന്നിങ്ങനെ മസാല ദോശ ഇഷ്ടപ്പെടാത്തവരായി ആരുണ്ട്? ഈ മസാല ദോശയിൽ ചേർക്കുന്ന മസാലയിൽ അടങ്ങിയിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ഗ്യാസ് ട്രബിളിന് മുഖ്യ കാരണമാണ്. അതുകൊണ്ട് നിത്യജീവിതത്തിൽ നിന്ന് ഈ മസാല ദോശ ഒഴിവാക്കിക്കൂടെ? എനിക്കുള്ളത് പച്ചവെള്ളം തരാമോ? പച്ചവെള്ളം ഈ റേഡിയോ എടുത്തോണ്ട് എന്താ ഇതെനിക്ക് ഗിഫ്റ്റ് വേണേ എടുത്തു കുടിക്കണോ? പച്ചവെള്ളം. പച്ചവെള്ളത്തിനകത്ത് നീ എന്റെ അടുത്ത് മഴക്കാലമാണ്. വയറിളക്കവും മഞ്ഞപ്പിത്തവും അതിസാരവും പടർന്നു പിടിക്കുന്ന സമയം. ശ്രദ്ധിക്കണം, നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. അല്ലാതെ വൃത്തിഹീനമായ ഹോട്ടലുകളിൽ നിന്ന് തിളപ്പിച്ചാറ്റിയ വെള്ളം പോലും കുടിക്കരുത്. എനിക്ക് തന്റെ മസാല ദോശ വേണ്ട, ഒരു പണ്ടോറും വേണ്ട. ഒന്ന് പോടോ, വല്ല പൂയിച്ചാവടോ. അയ്യോ അയ്യോ അയ്യോ, ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോകും. അയ്യോ അയ്യോ, എന്റെ ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോകും. എനിക്ക് വലിയ എന്താടാ മുതലാളി ആദ്യം പൊറോട്ട ഇറച്ചി ഓർഡർ ചെയ്താ, എന്നിട്ട് ക്യാൻസൽ ചെയ്താ. അത് ഞാൻ തിന്ന്. അത് കഴിഞ്ഞ് ഊണ് ഓർഡർ ചെയ്താ, അത് ക്യാൻസൽ ചെയ്താ. അത് ഞാൻ തിന്ന്. അങ്ങനെ ക്യാൻസൽ ചെയ്ത് എല്ലാം തിന്ന്. എനിക്കിപ്പോ നിൽക്കാനും ഇരിക്കാനും വയ്യ. എന്റെ ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോകാൻ. അമ്മോ അയ്യോ പണ്ടാര കാല. ദൈവമേ. ഇനി തൊഴിൽ വീതി. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് PMRY വഴി ഹോട്ടൽ തുടങ്ങുവാൻ ലോൺ അനുവദിക്കുന്നു. റേഡിയോ Festival